ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പും ചെറുവയറ്റും പരിപ്പ്, അതായത് പായസപ്പരിപ്പ്, അതും കൂടി ഇട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഒരു 1.5 മണിക്കൂർ കുതിർത്തിയാൽ മതിയാവും. അപ്പം നമുക്കത് കുതിർന്ന് കിട്ടും നല്ലോണം. വേറെ ഒന്നും ചേർക്കണ്ട, അരിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പായസപ്പരിപ്പ്, ചെറുവയറ്റും പരിപ്പെന്നും പറയാം, പായസപ്പരിപ്പെന്നും പറയാം. അപ്പം അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് പായസപ്പരിപ്പും 1/2 ഗ്ലാസ് ഉഴുന്നുമാണ്. ഇതിന് 1/2 ഗ്ലാസ് ഉഴുന്നും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചുട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അരിയൊക്കെ ചേർക്കാണ്ട് ഇപ്പോൾ ദോശ ഉണ്ടാക്കാനല്ലേ, അതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് 1 ഗ്ലാസ് ഞാൻ കാണിച്ചില്ലേ, ഈ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ചെറുവയറ്റും പരിപ്പ്, പായസപ്പരിപ്പും ഇതിന് 1/2 ഗ്ലാസ് ഉഴുന്നും കൂടി ചേർത്തതാണ് ഇത്. ഞാൻ അധികമുള്ള ആൾക്കാർക്ക് എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കാം. അങ്ങനെ ഓരോരുത്തർ അംഗങ്ങൾ എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് ഉഴുന്നെടുക്കാം, പരിപ്പ് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, പായസപ്പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 1/2 ഗ്ലാസ്, ശരിക്കും 1/2 ഗ്ലാസ് ഉഴുന്നും കൂടി ചേർക്കാം. എന്നിട്ട് ഒരു 1.5-2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നമുക്ക് അത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കലക്കി ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ അരിയൊന്നും ചേർക്കണ്ട. അപ്പം ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണിത്. അപ്പം ഇത് കുറച്ച് തക്കാളി ചമ്മന്തിയോ അല്ലെ മുളക് ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കഴിക്കാനായിട്ട്, ആരോഗ്യത്തിനും നല്ലതാണ്. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണിത്. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ആദ്യം ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആവും കേട്ടോ ഈ ദോശ. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണിത്. അപ്പം നമുക്കിത് ചൂടാവട്ടെ, ചട്ടി ചൂടായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ലോണം ചട്ടി ചൂടാവാം. അപ്പം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ, നല്ലോണം ചൂടാവണം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് കോരി ഒഴിക്കാം ദോശക്ക്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ആട്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വയ്ക്കണം കേട്ടോ. ഇത് നല്ലോണം പൊങ്ങിയാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിത് ചുട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യോ എണ്ണ എന്തെങ്കിലും മതി കേട്ടോ. എപ്പോഴും ഒഴിക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി നെയ്യ് തൂത്ത് കൊടുത്താൽ മതി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
നല്ല സോഫ്റ്റായ ദോശയാണിത്. വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇത്. എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചട്ടിയൊന്ന് വെച്ച് നല്ലോണം മൊരിയട്ടെ ദോശ. നമുക്ക് അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ദോശയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് എണ്ണ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാനിത്തിരി നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ദോശയും കൂടി ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉഴുന്ന് അരിയിട്ട് അരയ്ക്കുന്ന ദോശയല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഹെൽത്തിയുമായതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചത്. നമുക്ക് വീഡിയോ ഇട്ട് എല്ലാവരും കണ്ട് ഈ ദോശ ഉണ്ടാക്കണം. 100-ൽ ഒരു 8% ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാത്ത ആൾക്കാർ ഇത് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണത്. അപ്പോൾ ഇത് പൊങ്ങിയില്ലെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ടേസ്റ്റ് ഉണ്ടാവും, നല്ല മയം ഉണ്ടാവും, സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് 3-4 ദോശ മതി രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റൗ ഓഫാക്കുവാണ്, മാറ്റി വയ്ക്കാം. ദോശ ഉണ്ടല്ലോ, പരിപ്പ്, ചെറുവയറ്റും പരിപ്പ്, അതായത് പായസപ്പരിപ്പും ഉഴുന്നും കൊണ്ടുള്ള ഒരു ദോശയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടത്. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ദോശയാണിത്. ഇപ്പം സാമ്പാറോ തക്കാളി ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരേക്കും ബൈ.